പാറയ്ക്കൊക്കെ നല്ല വഴിക്കലുണ്ട്. നമ്മൾ ചവിട്ടുമ്പോൾ തെന്നിയിട്ട് ഈ വെള്ളത്തിനകത്ത് വീണ്ടും തലയിടിക്കും. ഒരു പോയിന്റിലേ ചവിട്ടാം. കുറേ മലയിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി എനിക്ക് പരിചയം ഉണ്ടായിട്ടാണ് ഞാൻ തിന്നാതെ ഇറങ്ങി വന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഓടനാവട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ നിന്നൊരു വെള്ളച്ചാട്ടമുണ്ട്, ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലോട്ട് പോകാം. എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്നും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഓടനാവട്ടം ജംഗ്ഷനിൽ വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു കുരിശടിയുണ്ട്. അതാണ് കേട്ടോ, ഇവിടെ ഒരു കുരിശടിയുണ്ട്. ഈ കുരിശടിയിൽ അവിടെ നമുക്ക് ഇടത്തോട്ടുള്ള വഴിയാണ് പോകേണ്ടത്. അപ്പോൾ റൂട്ട് അങ്ങോട്ടാണ്. അത് ആരും മനസ്സിലാക്കാതെ പോലെ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴിയല്ല, ഇത് തൊട്ടപ്പുറം കാണുന്ന ഏതാണ്ട് ഈ കാണുന്ന വഴി അതിനപ്പുറത്തുള്ള വഴി കേട്ടോ. അതാണ് ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു പമ്പുണ്ട് ഓപ്പോസിറ്റ്. ഈ വഴി മേപ്പോട്ട് പോകുന്നത് ചെറിയ ഏറ്റം പോലുണ്ട്. ഇവിടെ ഏറ്റം പോലെ കിടക്കുന്നൊരു വഴിയാണ്. ഈ വഴി നമുക്ക് മേപ്പോട്ട് പോകണം കേട്ടോ. ഇത് സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ളതാണ്. ഈ എടുക്കുന്ന രീതിയിലേക്ക് ഷേക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഓടി വരുമ്പോഴേ ഒരു 2 വൈ റോഡായിട്ട് ഇവിടെ തിരിഞ്ഞിരിക്കും. അതായത് ഇടത്തോട്ട് പോകുന്നത് വാളകവും വലത്തോട്ട് പോകുന്നത് നമ്മുടെ ഈ ലൊക്കേഷനോട്ടായിരിക്കും. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ടാണ് കേട്ടോ. ഏകദേശം ലൊക്കേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയ വൈ റോഡൊക്കെ പറഞ്ഞില്ലേ, ആ റോഡ് കഴിഞ്ഞ് വന്നിട്ട് അതുകൊണ്ട് ആ ഒരു പാലം, നമ്മൾ ആ ഒരു പാലം കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വളമൊക്കെ ഉണ്ട്. ഈ വളവിൻ്റെ അവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇരപ്പിൻ കൂട്ടം വെള്ളച്ചാട്ടം. അതായത് ഇവിടുന്ന് അകത്തോട്ടൊരു 300 മീറ്റർ അകത്തോട്ട് പോയാൽ മതി ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനൊക്കെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പാർക്ക് ചെയ്ത് പതുക്കെ നടന്നു പോകേണ്ട ഒരു പരിപാടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല അടിപൊളി ഇറക്കവും കാര്യങ്ങളൊക്കെ വഴി. ഒരു പണ്ടൊരു വട്ടം ഞാൻ അവിടെ വന്നിട്ടുള്ളത്, എനിക്ക് വഴി അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഇത് ചെറിയ വണ്ടി ആയതുകൊണ്ട് അവിടെ വെച്ചു. ബൈക്കൊക്കെ വരുന്നവർക്കാണെങ്കിൽ വലിയ ജീപ്പിലോ ബൈക്കിലോ ഒക്കെ വരുന്നവർക്കാണെങ്കിൽ പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴി. ശരി ടഫുണ്ട്, നമ്മളത് തിരിച്ച് കയറി വരാനെക്കൊണ്ടൊരു പാടൊക്കെ ഉണ്ട്. അത് നോക്കി ഇറങ്ങി പോവുക കേട്ടോ. വണ്ടി ആരും അധികം ഇങ്ങോട്ട് ഇറക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് കേട്ടോ. ഇവിടെ ഈ റോഡ് മണ്ണ് കൊണ്ടുള്ള റോഡാണ്, സാധാ നമ്മുടെ നാട്ടുവഴിയാണ്. അപ്പോൾ അതിനകത്ത് കണ്ടോ ഈ വെള്ളം ഒലിച്ചിട്ട് വലിയ ചാല് പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വണ്ടിയുടെ വീല് എന്നിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നിങ്ങൾ കയറുമ്പോൾ ഇത് കണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, വണ്ടി ഇവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ, കയറാൻ പാടായിരിക്കും. ഏരിയ കണ്ടോ മൊത്തം കാട് പിടിച്ചിട്ട് നല്ല രസമുണ്ട്. ആ ആകാശവും ആ ഒരു ഭാഗമൊക്കെ കാണാനെ കൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിനിടയിൽ കൂടെയൊക്കെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ തോടാണ് എന്താ പറയുന്നത്, ആ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ക്രിയേറ്റർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ചിലപ്പോൾ ഈ സൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ പേര് വീണത്, ഇരപ്പിൻചാല വെള്ളച്ചാട്ടം. കണ്ടോ പിള്ളേർ സെറ്റെല്ലാം ഇവിടെ വന്ന് കിടന്ന് അടിപൊളിയാക്കുക. ആ വെള്ളത്തിൻ്റെ ഇരപ്പ് തന്നെ കേൾക്കാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ ഒക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ആളുകളൊക്കെ വരുന്നത്. നിങ്ങൾ നോക്കി നല്ല രസമുണ്ട് കാണാൻ. ഇത് ഈ വീഡിയോ കൂടെ കാണുമ്പോൾ എത്രമാത്രം നമ്മൾ അറിയിക്കുന്നതാണ്. ടോപ്പുകളുണ്ട്, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റും. ഒത്തിരി ആളുകളൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ നിങ്ങൾ നോക്കി കൊണ്ടും വേണം കേട്ടോ.
അടിപൊളിയാണ്. ഇവിടെ നല്ല രസം. ഇവിടെ സൈഡിൽ 4 സൈഡിൽ ഇങ്ങനെ വെള്ളം വീഴുന്നതിൻ്റെ എരപ്പും പിന്നെ വെള്ളം നല്ല കൂളിങ്ങുള്ള വെള്ളം, നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ കൊട്ടാരക്കര വന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഓടനാവട്ടം ഇച്ചിരി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പെട്രോൾ പമ്പ് കാണാം. അവിടുന്ന് ലെഫ്റ്റ് പിടിക്കുക, നേരെ ഇങ്ങോട്ട് വരിക, ഒരു പാലം. അതായത് ഇടയ്ക്ക് ഒരു വൈ ജംഗ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിക്കാം, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു ഏരിയ നോക്കിയോടെ വാ, ഫോട്ടോഷൂട്ടിനും എല്ലാം പറ്റിയുള്ള കിട്ടിയുള്ള സ്പോട്ട്. ആ ബാക്കി വീഡിയോ കുറെ മരങ്ങളിരിക്കുന്നുണ്ട്. ഓരോരോ നേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒഴുക്ക് വെള്ളത്തിലൊക്കെ കുളിക്കുകയാണെങ്കിലൊക്കെ നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട്. കാരണം പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളുടെയും മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടാണ് ഈ വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഔഷധ ഗുണം കൂടി ഉണ്ട് എന്നുള്ളത് അതിന് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ഉൾപ്രദേശങ്ങളിലുള്ള നീരുറവുകളിലെല്ലാം ഒരു ഔഷധ ഗുണം ഉണ്ടാവും. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ കൊട്ടാരക്കരയിൽ പിന്നെ ഭരണപരത്തിൽ ആയിരവല്ലിയല്ല മീൻപിടിപ്പാറയെ കുറിച്ച് ഞാൻ ചെയ്തത്. അത് നിങ്ങൾ വിക്കിപീഡിയ നോക്കിയാൽ അതിൻ്റെ കുറച്ച് ഏരിയകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക ആയുർവേദ ഗുണവും കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം എന്തോ പുതിയൊരു അമീബിയ പാരമീസിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടൊക്കെ കുളിക്കുക. ഓക്കെ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞു വരുന്നത്, അതായത് ഇവിടെ സുരക്ഷ, അതായത് നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ ഇതുവഴി നടക്കണം. ഈ വെള്ളം വീണിട്ട് പാറയും മൊത്തം പായലുണ്ട്. അപ്പോൾ തറ ഉറപ്പിച്ച് ചവിട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പിടിച്ച് കറക്റ്റ് രീതിയിൽ കൈകൊണ്ട് റെസ്റ്റ് ചെയ്ത് ഗ്രിപ്പ് ഉണ്ടാക്കി വെച്ച് തിരിച്ചിറങ്ങി വരാം. ഈ കേസ് നിങ്ങൾ അവിടെ ചെന്നൈയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തല വന്നിട്ട് തലയിലിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തലയുടെ ബാക്ക് സൈഡൊക്കെ വന്ന് ഇരിച്ചു കഴിഞ്ഞാൽ ഹെഡ്ഡുണ്ടാവും, ബ്ലഡ് വരെ ഉണ്ടാവും. ഓക്കെ, അപ്പം അത് നോക്കി വേണം ഇതിനകത്തൂടെ ഇറങ്ങാനത്. മേഡം, ഞാൻ വന്നതുപോലെ ആരും സാഹസികമായിട്ട് ഇറങ്ങില്ല. കാരണം ഞാൻ കുറേ മലയിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി എനിക്ക് പരിചയം ഉണ്ടായിട്ടാണ് ഞാൻ തെന്നാതെ ഇറങ്ങി വന്നത്. എന്നിട്ടാണ് രണ്ടടുത്ത് തെന്നി പോയി കഴിഞ്ഞാൽ തലയൊന്നിരിക്കാതെ രക്ഷപ്പെട്ട് വരുവാണെങ്കിൽ ഭാഗ്യം. നമ്മൾ താട്ടുവാ. നല്ല വഴുക്കലുണ്ട്. കാരണം ഈ പാറയ്ക്കൊക്കെ നല്ല വഴുക്കലുണ്ട്. നമ്മൾ ചവിട്ടുമ്പോൾ തെന്നിയിട്ട് ഈ വെള്ളത്തിനകത്ത് വീണ്ടും തലയിടിക്കും. അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കൈ ഒന്ന് റബ്ബ് ചെയ്തിട്ട് പിടിക്കാം. കൈ റബ്ബ് ചെയ്യുമ്പോൾ കുറേ ഗ്രിപ്പ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കാലോട് ചവിട്ടുവാണെങ്കിൽ ചവിട്ടി ഒരു പോയിന്റിലെ ചവിട്ടാവും. ചവിട്ടുമ്പോൾ കാലിൻ്റെ ടിപ്പ് കൊണ്ട് തന്നെ ചവിട്ടിയിട്ട് കാലും ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് അവിടെ കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ചാൽ നിൽക്കണം കേട്ടോ.
റേഞ്ച് റോഡ് അവിടെ വരുന്നത് കേട്ടോ. അപ്പം വരുന്നവർ മാക്സിമം ഫ്രണ്ട്സായിട്ടൊക്കെ അവിടെ വരാം, ഒറ്റയ്ക്കൊന്നും ആരും വരണ്ട, നോക്കി കണ്ടൊക്കെ വരണം. കാരണം അഥവാ ഒന്ന് വെള്ളത്തിൽപ്പെട്ട് പോയാലും നിങ്ങളെ രക്ഷിക്കാൻ ആരിലൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് വരിക. പിന്നെ നാട്ടെ ഇവിടെ കണ്ട ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെ കണ്ട ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചാൽ നല്ല വഴുക്കുള്ള ഭാഗം, ചിലപ്പോൾ അത് തെന്നി വീഴാതെ നോക്കണം. അവിടെ നിന്ന് ഇറങ്ങുന്നവർ തെന്നി വീഴാതെ വേണം നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.